നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഞാൻ കവിത കണ്ണൻ. പുതിയ കാര്യം തുടങ്ങാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം ഏതാണ്? ഇതാണ് ഇന്നത്തെ ശുഭദിന ചിന്ത. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. ആ ഗ്രാമത്തിലെ നിലക്കടല മൊത്ത വ്യാപാര കടയിലാണ് അയാൾക്ക് ജോലി. അവിടുത്തെ ചുമട്ടു തൊഴിലാളിയായിരുന്നു അയാൾ. ഒരു ദിവസം അയാൾ ഭാര്യയോടൊത്ത് അവരുടെ നാട്ടിലെ അമ്പലത്തിൽ ഉത്സവത്തിന് പോയി. അവിടെ അയാൾ നിലക്കടല വിൽപ്പനക്കാരനെ കണ്ടു. അയാൾ ഈ നിലക്കടല ഇങ്ങനെ മണലിലിട്ട് വറുത്തു കഴിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അതിൻ്റെ രുചി അപാരമായിരുന്നു. മാത്രമല്ല, ആ നിലക്കടല വിൽപ്പനക്കാരന് ധാരാളം പണവും ലഭിച്ചിരുന്നു. രാവിലെ മുതൽ നിലക്കടല ചാക്ക് ചുമക്കുന്ന തൻ്റെ കൂലി എത്ര നിസ്സാരമാണ്. അയാൾ ഇതുപോലെ തന്നെ നിലക്കടല വറുത്ത് കച്ചവടം ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ 3 ചോദ്യങ്ങൾ അയാളെ ആശയക്കുഴപ്പത്തിലാക്കി. ഈ ചോദ്യങ്ങളുമായി അയാൾ തൻ്റെ ഗുരുവിനെ സമീപിച്ചു. അയാൾ ചോദിച്ചു, ഒരു പുതിയ കാര്യം തുടങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്? ആ കാര്യം തുടങ്ങാൻ ഞാൻ ആരുടെ ഉപദേശം കേൾക്കണം? അതിൽ ഏറ്റവും നന്നായി ഞാൻ ശ്രദ്ധിക്കേണ്ട പ്രവൃത്തി എന്താണ്? ഗുരു പറഞ്ഞു, ഒരു കാര്യം ചെയ്യണമെന്ന് തോന്നുമ്പോൾ അത് അപ്പോൾ തന്നെ ചെയ്യുക. അതാണ് ഏറ്റവും നല്ല സമയം. നീ ഈ ബിസിനസ് ആരാണോ ചെയ്യുന്നത് കണ്ടത് അയാളുടെ അടുത്തു നിന്ന് തന്നെ ഉപദേശം തേടുക. നീ ഒരു കാര്യം തുടർച്ചയായി ചെയ്തു വരുമ്പോൾ നിനക്ക് സ്വയം മനസ്സിലാകും എവിടെയാണ് താൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്ന്. ഗുരു പുഞ്ചിരിച്ചു. അയാൾ അത്യധികം സന്തോഷത്തോടെ ആത്മവിശ്വാസത്തോടെ തൻ്റെ ബിസിനസ് ആരംഭിക്കുകയും ചെയ്തു. നാമും പലപ്പോഴും ഇങ്ങനെയാണ്. എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിക്കും, പക്ഷേ നല്ല സമയത്തിനായി കാത്ത് അത് തുടങ്ങാതെ ചിന്തകളിൽ തന്നെ അവശേഷിപ്പിക്കും. ഇപ്പോഴുള്ള ഈ സമയമാണ് ഏറ്റവും നല്ല സമയം. കൃത്യമായ പ്ലാനിങ്ങോടെ ആവശ്യമായ സാങ്കേതിക മികവ് സ്വായത്തമാക്കി അത് അപ്പോൾ തന്നെ ചെയ്യാൻ നമുക്കും ശ്രമിക്കാം. ശുഭദിനം.